ഹലോ ഓൾ വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 2ാം ക്ലാസ്സിൻ്റെ കേരള പാഠാവലിയാണ്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം. 2ാം ക്ലാസ്സിലെ മലയാളം നമ്മുടെ ചാപ്റ്റർ 9ാമത്തെ ചാപ്റ്ററാണ് ആരോഗ്യം സമ്പത്ത് എന്ന പാഠത്തിലെ മുഴുവൻ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളും പ്രവർത്തനങ്ങളും എല്ലാം നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം നമുക്ക് നോക്കാം. ആരോഗ്യം സമ്പത്ത്. എന്താണ് ആരോഗ്യം? നമുക്ക് നോക്കാം. അയ്യോ വിശന്നിട്ട് വയ്യ, കുറുമ്പൻ ഈച്ച അലറിക്കരഞ്ഞു. അപ്പം ഇതിൽ ഈച്ച ആരാണ്, കൊതുക് ആരാണെന്ന് നിങ്ങൾക്ക് കാണുന്നുണ്ടോ മക്കളെ? ഇതാണ് ഈച്ച കേട്ടോ. ഇതാണ് ആര്? കൊതുക്. അപ്പോൾ കുറുമ്പൻ ഈച്ച കരയാണ്, വിശന്നിട്ട് വയ്യ, എൻ്റെ വിശപ്പ് മാറിക്കിട്ടി. കൊതിച്ച് കൊതുക് ആശ്വാസത്തോടെ പറഞ്ഞു. അപ്പോൾ കൊതുകിൻ്റെ വിശപ്പ് മാറിയെന്ന് കൊതുക് പറയുന്നുണ്ട്. അതെങ്ങനെ? കുറുമ്പൻ ചോദിച്ചു. അതെങ്ങനെയാന്ന് ചോദിക്കുകയാണ്. ദാ അവിടെ ഒരു ചെറുക്കൻ, ഞാൻ അവനെ കുത്തി. അപ്പോൾ കൊതുക് നമ്മളുടെ ശരീരത്തിൽ നിന്നൊക്കെ കുത്തി ചോര കുടിക്കും അല്ലേ? അപ്പോൾ കൊതുക് എന്ത് ചെയ്തു? അടുത്തൊരു ചെറുക്കൻ ഉണ്ടായിരുന്നു, അവനെ കുത്തി ചോര കുടിച്ചു. നല്ല രുചിയുള്ള ചോര. കൊതിച്ച് കൊതുക് ചിരിച്ചു. അയ്യോ വിശക്കുന്നേ, കുറുമ്പൻ പിന്നെയും നിലവിളിച്ചു. അതാ ആ ചെറുക്കൻ, അവൻ ഭക്ഷണത്തിന്റെ മുന്നിലാണ്, നിനക്കെന്തെങ്കിലും കിട്ടാനിടയുണ്ട്. കൊതിച്ച് കുറുമ്പനെ സമാധാനിപ്പിച്ചു. അപ്പം ആ ചെറുക്കൻ എന്താണ്? ഭക്ഷണത്തിന്റെ മുന്നിലാണ്. നമ്മൾ ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ അതിൽ ഈച്ച വന്നിരിക്കുന്നത് കണ്ടിട്ടില്ലേ? അതേപോലെ തന്നെയാണ്. അപ്പോൾ കൊതുക് പറയുകയാണ്, അവൻ ഭക്ഷണത്തിന് മുന്നിലാണ്, നീ പോയാൽ നിനക്ക് എന്തെങ്കിലും കിട്ടും. കൊതിച്ച് കുറുമ്പനെ അങ്ങനെ സമാധാനിപ്പിക്കും. ഒറ്റയ്ക്ക് പോകാൻ പേടിയാവുന്നു, നമ്മൾ രോഗങ്ങൾ പരത്തുന്നവരാണെന്ന് അവർക്കറിയാം. നീ എൻ്റെ കൂടെ വരുമോ? കുറുമ്പൻ ചോദിച്ചു. അപ്പം ഈച്ചയ്ക്കാണെങ്കിലോ ഒറ്റയ്ക്ക് പോകാൻ ഭയങ്കര പേടി. ഈച്ച കൊതുകിനോട് ചോദിക്കുകയാണ്, നമ്മളൊക്കെ രോഗം പരത്തും. നിങ്ങൾക്കറിയാലോ, ഈച്ചയും കൊതുകും ഒക്കെയാണല്ലേ നമുക്ക് രോഗം പരത്തുന്നവര്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ പേടിയാണ്, നീ വരുമോ എന്ന് ചോദിക്കുകയാണ്. അയ്യോ ഞാനില്ല, എനിക്ക് മുട്ടയിടാൻ നേരമായി. അപ്പോൾ കൊതുക് എന്താ പറയണേ? അയ്യോ ഞാൻ വരുന്നില്ല, എനിക്ക് മുട്ടയിടാൻ നേരമായി. കൊതിച്ച് ഒഴിഞ്ഞു മാറി. മുട്ടയിടാനോ? എവിടെ? കുറുമ്പൻ ചോദിച്ചു. മുട്ട എവിടെ പോയാ ഇടുന്നതെന്ന് ചോദിക്കുകയാണ്. കെട്ടിക്കിടക്കുന്ന ജലം തേടി അലയണം, കൊതിച്ച് പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്കറിയാലോ, ഈ കൊതുകുകൾ എവിടെ മുട്ടയിടുക? കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ അല്ലേ? അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറയാറ്, നമ്മൾ വെള്ളമൊന്നും മഴവെള്ളമൊക്കെ എന്തിലെങ്കിലുമൊക്കെ കെട്ടിക്കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒഴിച്ച് കളയണം, വെള്ളം കെട്ടിക്കിടക്കാൻ അനുവദിക്കരുത് അല്ലേ? അപ്പോൾ ഒഴിച്ച് അതിനാണ് നമ്മൾ അങ്ങനെ ചെയ്യുക. അപ്പോൾ കൊതുക് എന്ത് തേടുകയാണ്? കെട്ടിക്കിടക്കുന്ന ജലം തേടുകയാണ്. എന്നാൽ ഞാൻ പോയി എന്തെങ്കിലും തിന്നട്ടെ, നമുക്ക് പിന്നെ കാണാം. കുറുമ്പൻ ഭക്ഷണമേശയ്ക്ക് നേരെ പറന്നു. കൊതിച്ച് കൊതിയനീച്ച പറന്നു വന്നു. അപ്പോൾ വരികയാണ്, കൊതിയനീച്ച പറന്ന് വന്നു. ചേറിലും ചോറിലും മാറി മാറി ഇരുന്നു. കൊതിച്ച് കൊതികൊരുത്തി പറന്നു വന്നു. സൂചി കുത്തി ചോരയൂറ്റി മൂളി പറന്നു. അപ്പം ഇതാണ് ആ കഥ. ഇനി കഥ വായിച്ചല്ലോ. ഇതിലെ കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്? കുറുമ്പനീച്ച, കൊതിച്ച് കൊതുക്. ഭക്ഷണം തേടിപ്പോയ കുറുമ്പനീച്ചയ്ക്ക് എന്ത് സംഭവിച്ചിട്ടുണ്ടാകും? ഭക്ഷണത്തിൽ ചെന്നിരിക്കാൻ നോക്കുന്ന കുറുമ്പനീച്ചയെ ആട്ടിപ്പായിച്ചിരിക്കാം. ഇനി വായിക്കാം. ഊണ് കഴിക്കുന്ന സിദ്ധു. കുറുമ്പനീച്ച പറന്നു വരുന്നു. അപ്പോൾ ഈ കുട്ടിയാണ് ഭക്ഷണം കഴിക്കുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ? അപ്പോൾ ആ ഈച്ച പറന്നു വരികയാണ്, പാത്രത്തിന് ചുറ്റും പാറി നടക്കുന്നുണ്ട് അല്ലേ? കുറുമ്പനീച്ച പറയാണ്, വിശക്കുന്നേ. അപ്പോൾ സിദ്ധു, അയ്യേ ഈച്ച. നമ്മളാണെങ്കിലും ഭക്ഷണത്തിലൊക്കെ ഈച്ച വന്നിരിക്കുമ്പോൾ എന്ത് ചെയ്യും? അയ്യേ ഈച്ച എന്ന് പറഞ്ഞാൽ ആട്ടിപ്പായിക്കും അല്ലേ? കുറുമ്പൻ പാത്രത്തിലിരിക്കാൻ ശ്രമിക്കുന്നു, സിദ്ധു ആട്ടിപ്പായിക്കുന്നു. ഈച്ച പിന്നെയും ചുറ്റി പറക്കുന്നു. കുറുമ്പനീച്ചൻ, വിശക്കുന്നേ. സിദ്ധു, മുത്തശ്ശി ഓടിവാ, ഈച്ച എൻ്റെ പാത്രത്തിൽ ഇരിക്കുന്നു. മുത്തശ്ശി ഓടി വന്നു. മുത്തശ്ശി എന്ത് ചെയ്യും? ഈച്ചയെ ആട്ടിപ്പായിക്കെന്ന് പറയും. സിദ്ധു, ഈച്ച പിന്നെയും വരുന്നു മുത്തശ്ശി. മുത്തശ്ശിയും സിദ്ധുവും ചേർന്ന് ഈച്ചയെ തുരത്തുന്നു. മുത്തശ്ശി, ഈച്ചയെ ആട്ടിപ്പായിച്ചല്ലോ, ഇനി ഊണ് കഴിക്കാം. അപ്പം സിദ്ധു ഊണ് കഴിക്കുന്നു. ഇനി നമുക്കിതിൽ നാടകമാക്കാമാണ്. പാഠഭാഗം കൂട്ടുകാരോടൊത്ത് അഭിനയിക്കാം. പറഞ്ഞതാര്? വരച്ചു ചേർക്കാം. നല്ല രുചിയുള്ള ചോര. ഇതാരാ പറയുന്നത്? കൊതുക്. അയ്യോ വിശക്കുന്നേന്ന് പറയുന്നത് ആരാണ്?
നമ്മുടെ ഈച്ച ആട്ടിപ്പായിക്കെന്ന് പറയുന്നതോ മുത്തശ്ശി. ഈച്ച എൻ്റെ പാത്രത്തിൽ ഇരിക്കുന്നു എന്ന് പറയുന്നതോ ആ കുട്ടിയാണ് അല്ലേ. അപ്പം നമ്മൾ വരച്ച് ചേർത്തിട്ടുണ്ട്. നോക്കിക്കോളൂ ഉത്തരങ്ങൾ. അടുത്തത് നാരങ്ങ വെള്ളം ഉണ്ടാക്കാം. അവധി ദിനമാണ്. സിദ്ധുവും കൂട്ടുകാരും കളിയോട് കളി തന്നെ. അപ്പം നിങ്ങളും അവധി ദിവസങ്ങളിൽ കളിക്കാറില്ലേ? അതുപോലെ തന്നെ സിദ്ധുവും കൂട്ടുകാരും കളിക്കുകയാണ് കേട്ടോ. വല്ലാത്ത ദാഹം. അപ്പം ഇവർക്ക് ദാഹിക്കാൻ തുടങ്ങി. നാരങ്ങ വെള്ളം ഉണ്ടാക്കാം. അങ്ങനെ ഇവരെന്ത് ചെയ്തു? നാരങ്ങ വെള്ളം ഉണ്ടാക്കാൻ പോവാണ്. സിദ്ധു വീട്ടിലേക്ക് ഓടി. നാരങ്ങ എടുത്ത് മുറിച്ചു. നിങ്ങളും വീട്ടിൽ നാരങ്ങ വെള്ളമൊക്കെ കുടിക്കാറില്ലേ? എങ്ങനെ ഉണ്ടാക്കുക? ഒരു നാരങ്ങ എടുക്കണു, മുറിക്കണു അല്ലേ, വെള്ളം എടുക്കണു, എന്നിട്ടോ അത് പിഴിഞ്ഞുണ്ടാക്കും അല്ലേ. അപ്പൊ ഇവിടെ എന്താ നോക്കുക, നീ കൈ കഴുകിയോ സിദ്ധു? അപ്പൊ മുത്തശ്ശി ചോദിക്കുകയാണ്, നീ കൈ കഴുകിയോ ഇതെടുത്ത് മുറിക്കുന്നതിന് മുമ്പ്? അയ്യോ കൈ കഴുകാൻ മറന്നുപോയി. അപ്പൊ സിദ്ധു എന്ത് പറയും? അയ്യോ കൈ കഴുകാൻ മറന്നുപോയി എന്ന് പറയും. നീ പാത്രം കഴുകിയോ സിദ്ധു? അപ്പൊ നീ പാത്രം കഴുകിയോ ചോദിക്കുമ്പോൾ എന്താണ്? നാരങ്ങ കഴുകിയോ സിദ്ധു? നാരങ്ങ കഴുകിയോ എന്ന് ചോദിക്കുന്നുണ്ട് അല്ലേ. അപ്പൊ ഇതെല്ലാം ശുചിത്വ ശീലങ്ങളാണ്. അപ്പൊ നമ്മുടെ ചോദ്യം എന്താ? ശുചിത്വ ശീലങ്ങൾ പാലിച്ച് നമുക്ക് ക്ലാസ്സിൽ നാരങ്ങ വെള്ളം ഉണ്ടാക്കിയാലോ? അപ്പൊ നമുക്ക് വിലയിരുത്താം, നോക്കാം. ആദ്യം ചെയ്യേണ്ടവ ഞാൻ ചെയ്തതിൽ നിങ്ങൾ ടിക്ക് ചെയ്യുക, ചെയ്യാത്തതിൽ നിങ്ങൾ എന്ത് ചെയ്യുക? റോങ് ഇടുക കേട്ടോ. അപ്പം നമ്മൾ കൈ കഴുകുന്നത് നമ്മൾ ചെയ്യുന്നതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? അതിൽ ടിക്ക് ഇടുക കേട്ടോ. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ഞാനിതിൽ കാണിച്ചു തരാം. കൈ കഴുകുമെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ഇതിലിടുക. അപ്പം ഞാൻ ചെയ്യുന്നത് ഞാൻ എഴുതാം കേട്ടോ. അപ്പോൾ നാരങ്ങ കഴുകി. നാരങ്ങ കഴുകുന്നത് ഇപ്പോൾ സിദ്ധുവിൻ്റെ കാര്യമാണെങ്കിൽ കൈ കഴുകിയോ സിദ്ധു? അതിലിപ്പോൾ കൈ കഴുകിയിട്ടാണോ? അല്ല, കൈ കഴുകിയിട്ടില്ല. നാരങ്ങ കഴുകിയോ എന്ന് ചോദിക്കുകയാണ്. പാത്രം കഴുകിയോ ചെയ്തിട്ടില്ല. തിളപ്പിച്ചാറിയ വെള്ളമാണോ ഉപയോഗിക്കുന്നത്? ആണോന്ന് നമുക്കതിൽ പറഞ്ഞിട്ടില്ല. അപ്പം ഇതിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ മാർക്ക് ചെയ്യുക കേട്ടോ. നമ്മളെല്ലാം കഴുകിയാണ് ഉപയോഗിക്കേണ്ടത്. ഇതൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ മറ്റതിൽ കേട്ടോ. ഇനി ഞങ്ങൾ രോഗം പരത്തും. ചിത്രം നോക്കൂ. ഈ ജീവികൾ പരത്തുന്ന രോഗങ്ങൾ കണ്ടെത്തി എഴുതാം. അപ്പം മന്ത്, എലിപ്പനി, നിപ്പ, കോളറ. മന്ത് പരത്തുന്നത് ആരാണ്? കൊതുകാണ്. എലിപ്പനി ആരാണ്? എലി. നിപ്പ ആരാണ്? ഇതാ ഈ വവ്വാൽ അല്ലേ. കോളറ ആരാണ്? ഈച്ച. അപ്പം നമുക്ക് എഴുതാം കേട്ടോ. എലിപ്പനി എലി ആദ്യത്തെ ചിത്രത്തിൽ, കോളറ രണ്ടാമത്തതിൽ, അടുത്തതിൽ മന്ത്, അടുത്തത് വവ്വാൽ കേട്ടോ. എലിപ്പനി, കോളറ, മന്ത്, നിപ്പ. ഇനി അടുക്കള സന്ദർശിക്കാം. സിദ്ധുവും കൂട്ടുകാരും സ്കൂളിലെ അടുക്കള സന്ദർശനത്തിന്റെ ഭാഗമായി തയ്യാറാക്കിയ സൂചകങ്ങൾ നോക്കൂ. ഈ സൂചകങ്ങൾ ഉപയോഗിച്ച് നിങ്ങളുടെ സ്കൂളിലെ അടുക്കള സന്ദർശിച്ച് വിവരങ്ങൾ ശേഖരിക്കൂ. അപ്പോൾ സ്കൂളിലെ അടുക്കള സന്ദർശിച്ചിട്ടാണ് ചെയ്യേണ്ടത്. നിങ്ങളുടെ സ്കൂളിലെ അടുക്കള സന്ദർശിച്ചിട്ട് എഴുതേണ്ടതാണ് കേട്ടോ. അടുക്കളയും പരിസരവും വൃത്തിയുള്ളതാണ്. അപ്പോൾ അത് നിങ്ങൾ എഴുതേണ്ടതാണ്. ഞാനത് വായിക്കുന്നില്ല. അടുത്തത് ഹെഡ് മാസ്റ്റർക്ക്. ഇപ്പോൾ അടുക്കള സന്ദർശിച്ച് വിവരങ്ങൾ ശേഖരിച്ച് കഴിഞ്ഞ് കണ്ടെത്തിയ കാര്യങ്ങൾ ക്ലാസ്സിൽ ചർച്ച ചെയ്യൂ. ഹെഡ് മാസ്റ്റർക്ക് നൽകാൻ ഒരു കത്ത് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം. കത്താണ് കേട്ടോ. പ്രിയപ്പെട്ട ഹെഡ് മാസ്റ്റർ സർ, ഞാൻ ഇന്നലെ സ്കൂളിലെ അടുക്കള സന്ദർശിച്ചു. അടുക്കള വളരെ വൃത്തിയായി സൂക്ഷിച്ചിരിക്കുന്നത് ഞാൻ കണ്ടു. പാത്രങ്ങൾ കഴുകി വൃത്തിയായി വച്ചിരുന്നു. അടച്ചു സൂക്ഷിക്കേണ്ടവ ഇതുണ്ടാണ് കേട്ടോ. ബാക്കിൽ നിന്ന് കുറച്ച് സൗണ്ട് ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ടായിരിക്കും. ഇവിടെ നിങ്ങളെപ്പോലെ തന്നെ ഒരു ചെറിയ കുഞ്ഞുവാവ ഉണ്ട് ടീച്ചറിന്. അപ്പോൾ കുഞ്ഞുവാവ ഇടയ്ക്കിടയ്ക്ക് സൗണ്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. ക്ഷമിക്കുക എല്ലാവരും. അടച്ചു സൂക്ഷിക്കേണ്ട ശരിയായ രീതിയിൽ അടച്ചു സൂക്ഷിച്ചിട്ടുണ്ട്. പാചകത്തിനുള്ള പാത്രങ്ങളും ഉപകരണങ്ങളും ക്രമമായി വെച്ചിരുന്നു. മാലിന്യങ്ങൾ വേർതിരിച്ച് ബക്കറ്റിൽ സൂക്ഷിച്ചിരുന്നതും കണ്ടു. ഇതെല്ലാം നേരിൽ കണ്ടപ്പോൾ നമ്മുടെ സ്കൂളിനെ ഓർത്ത് എനിക്ക് അഭിമാനവും സന്തോഷവും തോന്നുന്നു. ഇത്രയാണ് കത്തിൽ വരിക. നന്ദി. ആദരപൂർവം മുകേഷ്, ക്ലാസ് 2B എന്ന് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. നെക്സ്റ്റ് ടെലിവിഷനിൽ വാർത്ത വായിക്കാം. പ്രധാന വാർത്തകൾ പനി പടരുന്നു എന്നുള്ളതാണ് അല്ലേ. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് മഞ്ജരി. മഴക്കാലം തുടങ്ങിയതോടെ രോഗങ്ങളും വരവായി. പനിയും ഛർദിയും വയറിളക്കവും ബാധിച്ച് 100 കണക്കിന് ആളുകളെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. എലിയും ഈച്ചയും കൊതുകും പെരുകിയതാണ് രോഗകാരണം എന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. പരിസര ശുചീകരണത്തിനായി എല്ലാ ഞായറാഴ്ചയും ഡ്രൈ ഡേ ആചരിക്കണമെന്ന് സർക്കാർ ഉത്തരവിട്ടു. ഇനി പത്രവാർത്തയാണ്.
എന്താ പത്രവാർത്ത? ഭക്ഷ്യവിഷബാധ, 4 പേർ ആശുപത്രിയിൽ. അപ്പോൾ നമ്മൾ കഴിക്കുന്ന നല്ല ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഫുഡ് പോയ്സൺ ഉണ്ടാവും അല്ലേ? അതിനെയാണ് ഭക്ഷ്യവിഷബാധ എന്ന് പറയുക. അതുപോലെ ഹോട്ടലുകളിൽ പരിശോധന, പഴകിയ ഭക്ഷണം പിടിച്ചെടുത്തു. പത്രവാർത്തകൾ വായിച്ചല്ലോ. ഭക്ഷണവുമായി ബന്ധപ്പെട്ട എന്തെല്ലാം പ്രശ്നങ്ങളാണ് വാർത്തയിൽ പറഞ്ഞിരിക്കുന്നത്? ഭക്ഷ്യവിഷബാധയുണ്ട് അല്ലെ, പഴകിയ ഭക്ഷണം, അതെല്ലാം. അപ്പം നമുക്ക് അതിൻ്റെ ആൻസർ നോക്കാം. ഹോട്ടലുകൾ ലാഭത്തിനായി പഴകിയ ആഹാരങ്ങൾ വിൽക്കുന്നു. അത് കഴിക്കുന്നവർക്ക് ഭക്ഷ്യവിഷബാധ ഉണ്ടാകുന്നു. പഴകിയ ആഹാരങ്ങൾ ഒരിക്കലും കഴിക്കരുത്, അത് ആരോഗ്യത്തിന് ദോഷകരമാണ്. കണ്ടല്ലോ. അപ്പൊ ഭക്ഷ്യവിഷബാധ കാരണവും അതുപോലെ പഴകിയ ഭക്ഷണം കാരണം ഉണ്ടാകുന്നതാണ് വലിയ വലിയ പ്രശ്നങ്ങൾ അല്ലെ. നമുക്ക് ചിലപ്പോൾ നമ്മുടെ ജീവൻ തന്നെ നഷ്ടപ്പെടും. അപ്പൊ നിങ്ങൾ ആരും പഴകിയ ഭക്ഷണങ്ങളൊന്നും കഴിക്കരുത്. നല്ല ഹോട്ടലുകളിൽ പോയിട്ട് തന്നെ ഭക്ഷണങ്ങൾ കഴിക്കുക കേട്ടോ. നെക്സ്റ്റ്, കൂടുതൽ വാർത്ത കണ്ടെത്തി എഴുതാനാണ്. ശുചിത്വ സന്ദേശ റാലി. സിദ്ധുവിന്റെ ക്ലാസ്സിലെ കൂട്ടുകാരെല്ലാം ചേർന്ന് ശുചിത്വ സന്ദേശ റാലി നടത്താൻ ഒരുങ്ങുകയാണ്. സന്ദേശവാക്യങ്ങളുള്ള പ്ലക്കാർഡുകൾ തയ്യാറാക്കണം. എന്തൊക്കെ വാക്യങ്ങളാണ് എഴുതേണ്ടത്? അപ്പൊ നമുക്ക് ആദ്യം തന്നെ അതിൽ കൊടുത്തിട്ടുണ്ട്, ഭക്ഷണം വലിച്ചെറിയരുത് എന്ന് തന്നിട്ടുണ്ട് അല്ലെ. പിന്നെയോ, മാലിന്യങ്ങൾ വലിച്ചെറിയരുത്, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കത്തിക്കരുത്, അജൈവ മാലിന്യങ്ങൾ ഹരിത കർമ്മസേനയെ ഏൽപ്പിക്കുക, മലിനജലം കെട്ടിക്കിടക്കുന്നത് ഒഴിവാക്കുക. അപ്പൊ ഇത്രയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? പ്ലക്കാർഡിൽ ഉൾപ്പെടുത്തേണ്ടത് കേട്ടോ. നെക്സ്റ്റ്, നിങ്ങൾ നടത്തുന്ന ശുചിത്വ സന്ദേശ റാലി എല്ലാവരെയും അറിയിക്കാൻ സ്കൂളിലെ നോട്ടീസ് ബോർഡിൽ പതിക്കുന്നതിനായി ഒരു പോസ്റ്റർ തയ്യാറാക്കൂ. അപ്പൊ നമ്മൾ പോസ്റ്റർ എഴുതുമ്പോൾ എന്തിനെ കുറിച്ചാണെന്നുള്ളത് ഒരു ഹെഡിങ് കൊടുക്കുക കേട്ടോ, ഒരു തലക്കെട്ട് കൊടുക്കണം. അപ്പൊ നമ്മൾ ഇതിൽ ശുചിത്വ സന്ദേശ റാലി എന്നുള്ള തലക്കെട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെന്താ ചെയ്യേണ്ടത്? പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മുടെ സ്കൂളിൽ ശുചിത്വ സന്ദേശ റാലി നടക്കാൻ പോകുന്ന സന്തോഷകരമായ വിവരം നിങ്ങളെ അറിയിച്ചു കൊള്ളുന്നു. എല്ലാവർക്കും സ്വാഗതം. നിങ്ങളൊരു തീയതി കൊടുക്കുക, സ്ഥലത്തിന്റെ പേര്, സ്ഥലം, സ്കൂൾ മൈതാനം. ആരോഗ്യമുള്ള നാളേക്കായി നമുക്ക് ഒരുമിച്ച് പരിശ്രമിക്കാം എന്ന് സ്കൂൾ ലീഡർ. പാടാം, രസിക്കാം. കുട്ടികളല്ലേ ചന്തങ്ങൾ, പാവക്കുട്ടി ചെളിയിൽ വീണു, തിത്തക തെയ്തക തെയ്താരം, ഓടിച്ചെന്നു വാരിയെടുത്തു, കഴുകിയുണക്കി കുഞ്ഞൂട്ടൻ, പാലുകൊടുത്ത് പാടിയുറക്കാൻ മാറിൽ ചേർക്കും നേരത്ത്, കുതറിച്ചാടി പാവക്കുട്ടി ചെളിയാക്കരുതേ കുഞ്ഞൂട്ട, കയ്യിൽ കാലിൽ ചെളിയുണ്ട്, നഖത്തിനുള്ളിൽ ചെളിയുണ്ട്, മേലാകെ ചെളിയാണല്ലോ, ഇന്ന് കുളിച്ചിട്ടില്ലേ നീ, അയ്യേ കഷ്ടം കുഞ്ഞൂട്ട, കുട്ടികളല്ലേ ചന്തങ്ങൾ. അപ്പോ നോക്കാം എന്തതിനെ കുറിച്ച് പറയുന്നെന്ന്. മാറിൽ ചേർക്കുന്ന നേരത്ത് പാവക്കുട്ടി കുതിറിച്ചാടിയത് എന്തുകൊണ്ടായിരിക്കും? നോക്കിക്കോളൂ ഉത്തരം. കാരണം കുഞ്ഞൂട്ടന്റെ കയ്യിലും കാലിലും നഖത്തിലും ദേഹത്തും മുഴുവനും ചെളിയാണ്. അതുകൊണ്ടാണ് പാവക്കുട്ടി കുതിറിച്ചാടിയത്. അപ്പൊ ഇത്രയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ കൂട്ടുകാർക്ക് എല്ലാം ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.